ഇരിക്കുന്നത് വിസ്മയ പാർക്കിലാണ്. നല്ല മഴയാണ്. ഞങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഹെവി റെയിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വിസ്മയിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, അപ്പം ഞങ്ങൾ വിസ്മയിലോട്ട് കയറാൻ പോവുകയാണ്. എക്സ്പെൻസ് കുറച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ട്രെയിനിലാണ് വന്നത്. അവിടുന്ന് വോക്കബിൾ ഡിസ്റ്റൻസ് ആണ് കണ്ണൂർ ബസ് സ്റ്റാൻഡിലേക്ക്. അവിടുന്ന് 25 രൂപയുടെ ഓട്ടമാണ് വിസ്മയിലോട്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ വന്നിറങ്ങാം. ഇതിൻ്റെ സൈഡിലായി നമുക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. അതിനുശേഷം ടിക്കറ്റ് എടുക്കാം. 690 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ റൈഡ്സും നമുക്ക് ഫ്രീ ആണ്. അതേപോലെ നമ്മുടെ ബാഗൊക്കെ വെക്കാൻ വേണ്ടി ലോക്കറുകൾ അവർ തരുന്നുണ്ട്. അതിന് ചെറിയൊരു പൈസ അവർ ഈടാക്കുന്നുണ്ട്. ജെൻസിന് വേറെ, ലേഡീസിന് വേറെയാണ്. ആഫ്റ്റർനൂണിന് ശേഷമാണ് പൂൾസിലെ റൈഡ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ നമുക്ക് മറ്റേ റൈഡ്സൊക്കെ എൻജോയ് ചെയ്യാം. അതൊന്നും അധികം വലിയ ഹെവി ആയിട്ടുള്ള റൈഡ്സ് അല്ല, നോർമലാണ്. പറയാൻ വിട്ട ഒരു കാര്യം, ഞങ്ങൾ ഞായറാഴ്ചയാണ് വന്നത്. 10:30ക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ 11 മണിക്ക്. ഈ റൈഡ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു റൈഡ്സ് ആയിരുന്നു. ബ്രേക്ക് ഡാൻസ് അങ്ങനെ എന്തോ ആണ്. പക്ഷെ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കാണാൻ പറ്റിയില്ല. ഇത് 3D ഷോ ഉണ്ട്. അവിടെ ഭയങ്കര ക്യൂ ആണ് കാണുന്നത്. അത് മാജിക് മിറർ. എന്നെ കണ്ടോ ഗൈസ്? ധീരമായി സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അയ്യോ, തലകറങ്ങാൻ തുടങ്ങിയിട്ട്. ചെറിയൊരു തലയോല. കണ്ണു തുറക്കുന്നില്ല. എന്റെ ഭാഗം ചേർത്തിട്ടല്ല. ചെറിയ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ താഴോട്ട് ഒരുപാട് റൈഡ്സ് ഉണ്ട്. അവിടെയൊന്നും ഞങ്ങൾ പോയിട്ടില്ല. അവിടെ ഇങ്ങനെ അതാണ്ട് ദൂരെ ഹൊറർ കേവ് ഉണ്ട്. മഴയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും കവർ ചെയ്തിട്ടില്ല. ചെറിയ കുട്ടികൾക്ക് നല്ല വേർത്ത് പ്ലേസാണ് എൻജോയ് ചെയ്യാൻ. പിന്നെ ലഞ്ച് വന്നിട്ട് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. നോൺ വെജ് ഉണ്ട്. പിന്നെ ഇത് എക്സ്ട്രാ പേ ചെയ്യണം.
സൂപ്പർ അല്ലേ? വിസ്മയന്റെ ഏറ്റവും ടോപ്പിലാണ് ഈ തൊട്ടിൽ വരുന്നത്. അപ്പൊ ആ തൊട്ടിലാണ് വിസ്മയം മൊത്തം കാണാം. കണ്ണൂർ സിറ്റി വരെ കാണാം അല്ലേ? സ്ലോ ആയിട്ടാ പോന്നെ, അതുകൊണ്ട് നല്ല സുഖമുണ്ട്.